ഹലോ ഗൈസ്, അപ്പം എനിക്കൊരു BR650 ടെസ്റ്റ് റൈഡ് അടിക്കാൻ ഒരു അവസരം കിട്ടിയിട്ടുണ്ട്. പൊടിയൊക്കെ പിടിച്ചിരിക്കുകയാണ്. നാഗർഭവിയിലെ ഷോറൂമാണ്. ഞാൻ TVS എൻ്റെ വണ്ടി സർവീസിന് വന്നപ്പോൾ കണ്ടപ്പോൾ ഞാനിങ്ങനെ ചുറ്റും നിന്നപ്പോൾ ഞാനിങ്ങനെ ചുറ്റും നിന്ന് വാങ്ങി നോക്കുന്നുണ്ടോ അവർ ചോദിച്ചു ഓടിച്ച് നോക്കുന്നുണ്ടോയെന്ന്. അങ്ങനെ കിട്ടിയാണ്. ചുമന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. സീറ്റായിട്ട് വലിയ കുഴപ്പമില്ല, എന്നാലും നമ്മൾ ഇൻ്റർസെപ്റ്റർ പോലെ അത്ര പ്ലാന്റഡ് ഫുഡല്ല, എത്തിക്കൊത്തിയാണ് നിൽക്കുന്നത്. ഡയൽ കാണാമെന്ന് കരുതുന്നു. നമ്മുടെ ഹിമാലയനിലും ഗൊറില്ലയിലൊക്കെ കണ്ട പോലെ ഡയൽ. പിന്നെ സ്വിച്ച് ഗിയേഴ്സും അതേപോലെ തന്നെയാണ്. കാല് ഞാൻ എത്തിക്കുത്തിയാണ് നിൽക്കുന്നത്, രണ്ട് കാലും. അതിനകത്ത് കുറേ ടോഗിൾ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. നമുക്കിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അപ്പിയറൻസ്. എന്തൊക്കെയോ കുന്തമുണ്ട്. ബാക്ക്ഗ്രൗണ്ട് എനിക്കൊന്ന് ഡാർക്ക് മോഡ് ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ ബാക്കിയല്ല ഇപ്പോഴത്തെ റോയൽ എൻഫീൽഡ് കാണുന്ന പോലെ തന്നെയാണ് സ്വിച്ചും എല്ലാം. അഡ്ജസ്റ്റബിൾ ലിവേഴ്സ് വരുന്നുണ്ട്. പിന്നെ വൈബ്രേഷൻ ഒന്നും എനിക്കങ്ങനെ ഫീൽ ചെയ്തില്ല കേട്ടോ. ഇനി എൻ്റെ വണ്ടിയിൽ നിന്ന് കയറിയോണ്ടാണെന്ന് അറിയില്ല, വൈബ്രേഷൻ ഒന്നും ഇങ്ങനെ ഫീൽ ചെയ്തില്ല. ഇപ്പോൾ ഒരു കാലം കുത്തുന്നുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് പ്ലാൻ ഫുഡ് ചെയ്യാം. അല്ലെങ്കിൽ ഇത് കണ്ടില്ലേ, രണ്ട് കാലം ഇങ്ങനെ കുത്താനൊക്കത്തുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞൊരു ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ, ഞാനിങ്ങനെ നമ്മൾ ലിവർ ഇത് വെക്കുമ്പോൾ കണ്ടോ, നമ്മുടെ ഷൂ എപ്പോഴും ഈ എൻജിനോട് കോൺടാക്ട് ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് രണ്ട് സൈഡിലുണ്ട്. കണ്ടോ, കണ്ടോ, ഇത് നല്ല ഉള്ളി, ഇത് വീണതാണോ എന്താണെന്നറിയില്ല, എൻ്റെ നല്ല ഉള്ളിലോട്ടാണ് കയറിയിരിക്കുന്നത്. അത് നമുക്ക് ഭയങ്കര ഇറിറ്റേഷൻ ഫീൽ ചെയ്യും. പിന്നെ എന്നെ സംബന്ധിച്ച് എൻ്റെ ഹൈറ്റുള്ളവർക്കൊക്കെ ഈ ഒരുപാട് ടാങ്കിൽ ഹഗ് ചെയ്യാം, പക്ഷേ കോൺടാക്ട് പാച്ച് കുറവാണ് കമ്പയർ ടു സ്പോർട്സ് ബൈക്ക്. അങ്ങനെ ഒരു ഇതെനിക്ക് തോന്നി. പ്രത്യേകിച്ച് 638 ഓടിച്ചിട്ട് ഓടിക്കുമ്പോൾ കണ്ടല്ലേ, ലെഗ് ഫുള്ളൊന്നും ഇത് കോൺടാക്റ്റ് അല്ല. അപ്പോൾ തൈ നമുക്ക് അതുപോലെ ഹഗ് ചെയ്യാൻ പാടായിരിക്കും. വണ്ടി മൊത്തം പൊടിയാണ്. BR650 എന്ന് പറഞ്ഞ് എഴുതി കാണിക്കും. സൈക്കിൾ മീറ്റർ അടിപൊളിയാണ് കേട്ടോ. എക്സോസ്റ്റ് പിന്നെ പാരൽ ട്വിൻ ആയതുകൊണ്ട് അതിൻ്റെ ഒരു സുഖമുണ്ട്. വണ്ടികളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വണ്ടി ഒരു രക്ഷയില്ല, നല്ല പൊളി പൊളിക്കുന്നുണ്ട്. ഫുഡ് പ്ലഗ് ഇച്ചിരി എനിക്ക് യൂസ് ചെയ്യലാണ്. എൻജിൻ തട്ടുന്നുണ്ട് എൻ്റെ കാലിൽ. വണ്ടി നമ്മൾ കാല് വെച്ച് തള്ളുമ്പോഴും ഉരുട്ടുമ്പോഴൊക്കെ നല്ല വെയിറ്റ് അറിയുന്നുണ്ട്. വെയിറ്റ് ഉണ്ടെന്ന് തോന്നുന്നു. 650cc വണ്ടി. അത് ഇൻ്റർസെപ്റ്ററിനൊക്കെ ഉള്ള പോലെ വെയിറ്റ് ഉണ്ട് ഇതിന്. ഇത് വെച്ച് ഇച്ചിരി ഹൈയിലാണ് നമ്മൾ ഇരിക്കുന്നത്. പിന്നെ ഹാൻഡിൽ ബാർ ഇച്ചിരി വൈഡാണ് ഫീൽ ചെയ്യുന്നുണ്ട് ഇൻ്റർസെപ്റ്ററിനെയൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ. ആ ഇൻസിൻ്റെ ടോർക്ക് നമുക്ക് നല്ല ഫീൽ ചെയ്യുന്നുണ്ട്. കൊള്ളാം. ഫസ്റ്റ് ഗിയറിൽ തന്നെ ഓടിക്കുന്നത് ആ ഒരു ടോർക്ക് നമുക്ക് നല്ലോണം ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. വണ്ടിയുടെ ഷോക്ക് അത്യാവശ്യം സ്റ്റിഫാണ്. നമുക്ക് ഓരോ ചെറിയ ചെറിയ കുലുക്കവും നമുക്ക് അറിയുന്നുണ്ട്. പക്ഷെ എനിക്ക് എൻ്റെ കാല് നമ്മുടെ ലിവറെ തട്ടുന്നുണ്ട്, രണ്ട് ലിവറിലും, ക്ലച്ച് ലിവറിലും ബ്രേക്ക് ലിവറിലും. അത് എന്തോ ഒരു വിയേർഡ് ഫീൽ എനിക്ക് വരുന്നുണ്ട്. അത് എൻജിനിലാണ് തട്ടുന്നത്.
ഒരു പൊട്ടുന്ന സൗണ്ടൊക്കെ കേൾക്കാം കേട്ടോ. നമുക്ക് സുഖമായിട്ട് സിറ്റിയിലൊക്കെ കൊണ്ടുനടക്കാൻ പറ്റുന്ന വണ്ടിയാണ്. അപ്പോൾ നല്ല ടോർക്കിയാണ്. ഹോണൊക്കെ അടിപൊളി ഹോണാണ്. ചെറിയ വഴിയാണ്, എനിക്കങ്ങനെ കൈ കൊടുത്ത് ഓടിക്കാനോ പവറിൻ്റെ ചെക്ക് ചെയ്യാനോ ഒന്നും അധികം പറ്റില്ല. ഊഹിക്കാമല്ലോ. അതുകൊണ്ട് ഇത് നല്ല ടോർക്കിയാണ്. എനിക്കൊന്ന് നല്ലോണം റബ്ബും കയറുന്നുണ്ടെന്ന് തോന്നുന്നു. ഒരുപാടൊന്നും കൈയെടുക്കാനില്ല ഈ റോഡ്. നല്ല പവറുണ്ട്, നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പവറിനേക്കാളും കൂടുതൽ എനിക്ക് ടോർക്കാണ് ഫീൽ ചെയ്യുന്നത്. നമുക്കൊരു വലിച്ചെടുത്തുകൊണ്ട് പോകുന്നൊരു ഫീലുണ്ട്. ആകെയുള്ളൊരു ഇതിങ്ങനെ ഒരു സ്ക്രാമ്പിളർ ഡിസൈൻ ആയതുകൊണ്ട് ഇതിന് സ്പോക്ക് വീൽ വരുന്നുണ്ട്. അതും ട്യൂബ്ഡ് സ്പോക്ക് വീലാണ് വരുന്നത്. പിന്നെ ഇതിന് വരുന്നതെല്ലാം LED ലൈറ്റിംഗ് ഒക്കെയാണ് ഫുള്ള്. ടയറും കൊള്ളാം. ഞാൻ പിന്നെ നമുക്കങ്ങനെ അധികം സ്പീഡിലൊന്നും പോകത്തുണ്ട് ഗ്രിപ്പൊക്കെ എങ്ങനെയുണ്ടെന്ന് അറിയാൻ പറ്റുന്നില്ല. ബ്രേക്ക് നൈസാണ് എനിക്ക് ഫീൽ ചെയ്തു. എന്നുവെച്ചാൽ കുഴപ്പമില്ല, എനിക്ക് അത്യാവശ്യം ബൈറ്റൊക്കെ ഫീൽ ചെയ്തു. പുതിയ വണ്ടിയാണെന്ന് തോന്നുന്നു, അതുകൊണ്ടാണെന്ന് തോന്നുന്നു. കുഴപ്പമില്ലാത്ത ബൈറ്റ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ബ്രേക്കിങ്ങിന്. പക്ഷേ എനിക്ക് ലിവറിൻ്റെ കാര്യത്തിലാണ് എനിക്ക് കണ്ടില്ലേ കറക്റ്റ് അത് എഞ്ചിനകത്തോട്ട് കയറിയിരിക്കുന്നത്. അത് വീണതാണെന്ന് തോന്നുന്നു ആ സൈഡ്. എനിക്കൊരു സംശയമുണ്ട്. പക്ഷേ ഇതും എനിക്ക് കാല് തട്ടുന്നുണ്ട്. അതുകൊണ്ട് എനിക്കൊരു ഗ്രൈബായിട്ട് ഫീൽ ചെയ്ത്. പിന്നല്ലാതെ വേറെ കുഴപ്പമൊന്നും ഫീൽ ചെയ്തില്ല. പിന്നെ ഇത് കൈ വരുന്നുണ്ട്, അത് മഹാ അലമ്പ് പരിപാടിയാണ്. ഇപ്പം അത് ഇത്രയും വിലയുള്ള വണ്ടിക്ക് ഇത് കൈ വരുമെന്ന് പറഞ്ഞാൽ ഇച്ചിരി ഊളപ്പരിപാടിയാണ്. പിന്നെ നിങ്ങൾക്ക് കാണാം ഷോവയുടെ സസ്പെൻഷൻ വരുന്നുണ്ട്. പിന്നെ റൈഡിങ് സീറ്റിൻ്റെ കുഷൻ കൊള്ളാം. പില്ലൻ സീറ്റ് ഞാൻ ഇരിക്കാൻ പറ്റാത്തതുകൊണ്ട് കുഴപ്പമില്ലെന്ന് തോന്നുന്നു. എനിക്കൊന്ന് ലോങ് ഒക്കെ അത്യാവശ്യം പോകാം. ആകെയുള്ള പ്രശ്നം സ്റ്റിഫാണ് ഇച്ചിരി സസ്പെൻഷൻ. അതിപ്പോൾ എൻ്റെ വണ്ടിയിൽ നിന്ന് കയറുമ്പോൾ എനിക്ക് വലിയ വ്യത്യാസമൊന്നും ഫീൽ ചെയ്യുന്നില്ല. എന്നാലും റോയൽ എൻഫീൽഡിൽ നമുക്കൊരു സ്റ്റാൻഡേർഡ് നമുക്ക് ഫീൽ ചെയ്യാമല്ലോ. എന്നുവെച്ചാൽ എനിക്ക് പേഴ്സണലി ഒരു ക്ലാസിക് 350 ഉണ്ട് വീട്ടിൽ. അത് വെച്ച് നോക്കുമ്പോൾ സസ്പെൻഷൻ ഒരുപാട് സ്റ്റിഫാണ്. ഇപ്പോഴത്തെ വണ്ടിക്കെല്ലാം അങ്ങനെയാണ് പറയുന്നേക്കാം, ഗോറിലേക്കും അങ്ങനെയാണെന്ന്. പിന്നെ ഈ എക്സോസിൻ്റെ സൗണ്ട് അടിപൊളിയാണ്. ഒരു പ്രത്യേക ഫീൽ വരുന്ന സൗണ്ടാണ്.